ഹലോ കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ ഗണിതത്തിന്റെ 3ാം ചാപ്റ്ററായ സമാന്തര വരകൾ പാരലൽ ലൈൻസ് അതിലെ അസമഭാഗങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പേജ് 39 മുതൽ 45 വരെയാണ് അൺഈക്വൽ ഡിവിഷൻസ് എന്ന ഭാഗമുള്ളത്. നമുക്ക് അത് ആരംഭിക്കാം. ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു ചോദ്യം നോക്കിയാലോ. 5 സെന്റിമീറ്റർ കമ്പിയെ 3 തുല്യ ഭാഗങ്ങൾ ആക്കുക. അതായത് ഡിവൈഡ് എ 5 സെന്റിമീറ്റർ വയർ ഇൻടു 3 ഈക്വൽ പാർട്സ്. ഇവിടെ 5നെ 3 തുല്യ ഭാഗങ്ങൾ ആക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ഭാഗവും 1.666 ആണ് വരിക. അത് നമുക്ക് സ്കെയിലിൽ അളക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം 5 സെന്റിമീറ്ററിന്റെ ഒരു വര വരയ്ക്കുന്നു. എന്നിട്ട് അതിനെ തുല്യ ഭാഗങ്ങൾ ആക്കാൻ വേണ്ടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന, ഹരിക്കാവുന്ന ഒരു സംഖ്യ എടുക്കുന്നു. എന്നിട്ട് അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കുന്നു. എന്നിട്ട് സമാന്തര വരകൾ ഉപയോഗിച്ച് ഇത് വരയ്ക്കുന്നു. അത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്തത് എന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ആനിമേഷൻ ഒന്ന് ശ്രദ്ധിക്കൂ കൂട്ടുകാരെ. ആദ്യം എ എന്ന ബിന്ദു മാർക്ക് ചെയ്ത് 5 സെന്റിമീറ്ററിൽ എ ബി വരച്ചു. 3 സെന്റിമീറ്ററിൽ എ സി വരച്ചു. അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കുകയാണ്. എ ഡി 1 സെന്റിമീറ്റർ, ഡി ഇ 1 സെന്റിമീറ്റർ, ഇ സി 1 സെന്റിമീറ്റർ. അതിനുശേഷം സി ബി വരച്ചു. സി ബിക്ക് സമാന്തരമായി പാരലായി നമ്മൾ ഇ എഫ് വരച്ചു. ഇ എഫിന് സമാന്തരമായി നമ്മൾ ഡി ജി വരച്ചു. എയിലൂടെയും ഞാനൊരു സമാന്തര വര വരച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എ ജി, ജി എഫ്, എഫ് ബി ഇത് മൂന്നും നമുക്ക് തുല്യ ഭാഗങ്ങളാണ്. അതായത് 5/3 ഭാഗങ്ങളാണ്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ വരച്ച ഈ ചിത്രം ഒന്ന് പരിശോധിക്കൂ. ഇവിടെ നമ്മൾ 3 സെന്റിമീറ്ററിലുള്ള എ സി എന്ന വരയെ 4 തുല്യ അകലത്തിലുള്ള 4 സമാന്തര വരകളിലാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ A1, B1, A2, B2, A3, B3, A4, B4 ഈ 4 പാരലൽ ലൈൻ സമാന്തര വരകൾ 3 സെന്റിമീറ്ററിലുള്ള എ സി എന്ന വരയെ 3 തുല്യ ഭാഗങ്ങളായി ഭാഗിച്ചു. അതായത് ഇവയുടെ അംശബന്ധം നമുക്ക് 1:1:1 എന്ന് എഴുതാം. 4 സമാന്തര വരകൾ എ സിയെ 1:1:1 എന്ന അംശബന്ധത്തിൽ അല്ലെങ്കിൽ റേഷ്യോയിൽ ഭാഗിച്ചു. അതേ 4 പാരലൽ ലൈൻസ് സമാന്തര വരകൾ എ ബി എന്ന വരയെ എങ്ങനെയാണ് ഭാഗിച്ചിരിക്കുന്നത്? 5/3:5/3:5/3. ഇത് മൂന്നും തുല്യമല്ലേ? അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1:1:1 എന്ന് എഴുതാം. അതായത് 3 അതിൽ കൂടുതലോ തുല്യ അകലത്തിലുള്ള സമാന്തര വരകൾ ഒരു വരയെ 1:1:1 എന്ന രീതിയിൽ ഭാഗിക്കുന്നു. അതേ രീതിയിൽ തന്നെയാണ് മറ്റു വരയെയും ഭാഗിക്കുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഒരേ അകലത്തുള്ള സമാന്തര വരകളായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമാന്തര വരകൾ എന്തായിരിക്കില്ല? തുല്യ അകലത്തിലായിരിക്കില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും, എന്താണ് സംഭവിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ചോദ്യം ശ്രദ്ധിക്കൂ. 5 സെന്റിമീറ്റർ കമ്പിയെ 1:2:3 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുക. ഡിവൈഡ് എ 5 സെന്റിമീറ്റർ വയർ ഇൻ ദ റേഷ്യോ 1:2:3. ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ.
അപ്പോൾ ഇവിടെ ആദ്യം കമ്പിയുടെ നീളം, ലെങ്ത് ഓഫ് വയർ 5 സെന്റിമീറ്റർ. ഇനി അംശബന്ധം, റേഷ്യോ 1:2:3. ഇനി നമുക്ക് ഈ അംശബന്ധങ്ങളുടെ സംഖ്യകളുടെ തുക നോക്കാം. അതായത് സം ഓഫ് റേഷ്യോ 1 + 2 + 3 6. ഓക്കെ, ഇവിടെ നമുക്ക് ഈ 5 സെന്റിമീറ്റർ കമ്പിയെ 3 ഭാഗങ്ങളാണ് ആക്കേണ്ടത്. അതാണ് 1:2:3 എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കമ്പിയുടെ ആദ്യ ഭാഗത്തിന്റെ നീളം എന്തായിരിക്കും കൂട്ടുകാരെ? അതെന്ന് പറഞ്ഞാൽ കമ്പിയുടെ നീളത്തെ എന്ത് ചെയ്യണം? അംശബന്ധത്തിൽ എത്ര ഭാഗമാണ് വരുന്നത്? 1 ആകെ ഭാഗം എത്രയാണ്? 6. അപ്പോൾ 5 × 1/6 ചെയ്താൽ മതി. അംശബന്ധത്തിലുള്ള സംഖ്യയെ അവയുടെ തുക കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 5 × 1/6. അപ്പൊ ലെങ്ത് ഓഫ് ഫസ്റ്റ് പാർട്ട് 5/6. അപ്പോൾ രണ്ടാം ഭാഗത്തിന്റെ നീളം എന്തായിരിക്കും? 5 × ഇവിടെ 2 ആണല്ലോ, 2/6. അത് നമുക്ക് 10/6 എന്ന് എഴുതാം. വേണമെങ്കിൽ അതിന് ലഘൂകരിച്ച് 5/3 എന്ന് എഴുതാം. പക്ഷെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ലെങ്ത് ഓഫ് സെക്കൻഡ് പാർട്ട്, അതായത് രണ്ടാം ഭാഗത്തിന്റെ നീളം 10/6 സെന്റിമീറ്റർ. ഇനി മൂന്നാം ഭാഗത്തിന്റെ നീളം എന്തായിരിക്കും? 5 × ആകെ നീളം ഇൻറ്റു ഇവിടെ 3 ആണല്ലോ, 3 തുക 6. അപ്പോൾ 15/6. ശരിയാണല്ലോ. ഇനി 3 പാർട്ടും കൂട്ടി നോക്കൂ. 3 ഭാഗം കൂട്ടിയാൽ 5/6 + 10/6 + 15/6. മൂന്നിലും ഛേദം തുല്യമാണ്. ഡിനോമിനേറ്റർ തുല്യമായതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റേഴ്സ്, അതായത് അംശങ്ങളെ കൂട്ടാം. 5ഉം 10ഉം 15, 15ഉം 15ഉം 30. 30/6. 30/6 എത്രയാ? 5. അപ്പൊ കമ്പിയുടെ നീളം കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഭാഗം കിട്ടുന്നത് എത്രയാണ്? ഒന്നാം ഭാഗം 5/6, രണ്ടാം ഭാഗം 10/6, മൂന്നാം ഭാഗം 15/6. ഇത് നമുക്ക് സ്കെയിൽ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 5 സെന്റിമീറ്റർ നീളമുള്ള കമ്പി വരയ്ക്കുന്നു. അതിനുശേഷം ഈ അംശബന്ധങ്ങളുടെ തുക എത്രയാ? 6 ആണല്ലോ. 6 സെന്റിമീറ്ററിൽ നമ്മളൊരു വര വരച്ച് അതിനെ എന്ത് ചെയ്യണം? ഭാഗിക്കണം. എങ്ങനെയാണ് ഭാഗിക്കുന്നത്? ആ 6 സെന്റിമീറ്ററിലെ 6 ഭാഗങ്ങളാക്കുക. എന്നിട്ട് ആദ്യത്തെ ഭാഗം ഒന്നാം ഭാഗത്തിന് കൊടുക്കുക. പിന്നെയുള്ള 2 ഭാഗങ്ങൾ രണ്ടാം ഭാഗത്തിന് വരും. പിന്നെയുള്ള 3 ഭാഗങ്ങൾ മൂന്നാം ഭാഗത്തിന് വരും. ഇവിടെ 1:2:3 ആയതുകൊണ്ടാണ് അങ്ങനെ. ഇവിടെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചും വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടാലോ? അതായത് ആനിമേഷൻ കണ്ടാലോ? അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. നോക്കൂ. ആദ്യം എ വരച്ചു. പിന്നെ AB എന്ന വര വരച്ചു 5 സെന്റിമീറ്ററിൽ. AC 6 സെന്റിമീറ്ററിൽ വരച്ചു. AD 1 സെന്റിമീറ്റർ. DE 2 സെന്റിമീറ്റർ. EC 3 സെന്റിമീറ്റർ. ഇനി സിയിൽ നിന്നും ബിയിലേക്ക് ഒരു വര വരച്ചു. അതിനുശേഷം EF എന്ന ഒരു വര CBക്ക് പാരലായി അല്ലെങ്കിൽ സമാന്തരമായി വരച്ചു. പിന്നെ നമ്മൾ DG സമാന്തരമായി വരച്ചു. ഇപ്പൊ നമുക്ക് 3 ഭാഗങ്ങൾ കിട്ടി. 5/6 സെന്റിമീറ്റർ, 10/6 സെന്റിമീറ്റർ, പിന്നെ 15/6 സെന്റിമീറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ.
ഇവിടെ നമ്മൾ AC എന്ന ഒരു വര, ഇത് നമുക്ക് CBക്ക് പാരലൽ അല്ലെങ്കിൽ സമാന്തരമാണ് EF, അതിന് സമാന്തരമാണ് DG, പിന്നെ ഈ വരയും സമാന്തരമാണ്. അപ്പോൾ ഇവിടെ 1 2 3 പിന്നെ CB, 4 സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ്. 4 പാരലൽ ലൈൻസ് AC എന്ന വരയെ 1:2:3 എന്ന രീതിയിൽ ഭാഗിച്ചു. ഇനി ABയെ എങ്ങനെയാണ് ഭാഗിക്കുന്നത് നോക്കൂ, അത് ഞാൻ പറയാം. അത് പറയാൻ ഈ ചിത്രം ഉപയോഗിക്കാം. ഇവിടെ A1 B1 A2 B2 A3 B3 ഈ 3 വരകൾ CBക്ക് സമാന്തരമാണ്. ഈ 4 വരകൾ AC എന്ന വരയെ 1:2:3 എന്ന രീതിയിൽ ഭാഗിച്ചു. ഇവിടെ ഈ 4 സമാന്തര വരകൾ ABയെ എങ്ങനെയാണ് ഭാഗിക്കുന്നത്? AG GF FB, അത് 5:6 5/6:10/6:15/6 എന്നാണ്. ഇവിടെ നമുക്ക് ഛേദങ്ങളെല്ലാം തുല്യമായതുകൊണ്ട് അത് വെട്ടിക്കളയാമല്ലോ. അപ്പൊ മുകളിൽ എന്തുണ്ടാവും? 5:10:15 ഉണ്ടാവും. ഇവയെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാമല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1:2:3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? 3 അതിലധികമോ സമാന്തര വരകൾ പാരലൽ ലൈൻസ് ഒരു വരയെ ഏത് റേഷ്യോയിലാണോ അല്ലെങ്കിൽ ഏത് അംശബന്ധത്തിലാണോ കട്ട് ചെയ്യുന്നത്, അതേ അംശബന്ധത്തിൽ തന്നെ ആയിരിക്കും മറ്റു വരകളെയും കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ നിഗമനം നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തതിന് ശേഷം പൊതുവായിട്ട് എഴുതാം. അപ്പോൾ ഇത് കൂട്ടുകാർക്കെല്ലാം മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഗണേഷ് 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയെ 2:4 എന്ന അംശബന്ധത്തിൽ ഒരു ചതുരമാക്കി മാറ്റിയാൽ അത് എങ്ങനെ ഉണ്ടാകുമെന്ന് വരയ്ക്കാമോ? If Ganesh reshapes a 10 centimeter long wire into a rectangle with a ratio of 2:4, can you draw how it would like? അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി നോക്കാം. ആദ്യത്തെ കാര്യം എന്താണ്? കമ്പിയുടെ നീളം, ലെങ്ത് ഓഫ് വയർ 10 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഈ കമ്പിയെ നമ്മൾ ഒരു ചതുരമാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഈ ചതുരത്തിന്റെ ചുറ്റളവ്, പരപ്പളവല്ല, ചുറ്റളവ് എന്നാണ് വേണ്ടത് കേട്ടോ. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ചുറ്റളവ്, അതായത് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ, അത് കറക്റ്റാണ്. ഇവിടെ ചുറ്റളവ്, ഓക്കെ, ചുറ്റളവ് 10 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 2 × നീളം പ്ലസ് വീതിയാണ്. അതായത് നീളത്തെ വീതിയോട് കൂട്ടിയതിന്റെ ഇരട്ടിയാണ് നമ്മുടെ ചുറ്റളവ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും നീളം പ്ലസ് വീതി എന്ത് കിട്ടും? നീളം പ്ലസ് വീതി, അതായത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ
പെരിമീറ്ററിന്റെ അതായത് ചുറ്റളവിന്റെ പകുതിയായിരിക്കും. 10/2 5 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അതിനെ നമുക്ക് തന്നിരിക്കുന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ നീളവും വീതിയും കിട്ടും. അത് വെച്ച് നമുക്ക് ചതുരം വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അംശബന്ധം എന്താണ്? റേഷ്യോ 2:4. അതായത് നമുക്ക് ഇതിനെ ഒന്ന് ചുരുക്കാം. 2:4 എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടിനെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാമല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1:2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അംശബന്ധങ്ങളുടെ തുക എഴുതി നോക്കിയാൽ എത്ര കിട്ടും? അത് 3 എന്ന് കിട്ടും. ഈ അംശബന്ധം ഉണ്ടല്ലോ, ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ 1:2 എന്ന് പറയുന്ന അംശബന്ധം ഇവിടെ നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ, അതായത് അംശബന്ധമാണ്. അപ്പോൾ ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ നീളം ഈസ് ടു വീതിയാണ് നമ്മുടെ 1:2. ഓക്കെ, ഇനി അംശബന്ധത്തിന്റെ തുക നോക്കാം. അത് എത്രയായിരിക്കും? 1 + 2 3 ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ നമ്മള് ഈ ചതുരത്തിന്റെ നീളം എന്തായിരിക്കും? അതൊന്ന് എഴുതി നോക്കിയാലോ. ചതുരത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ നീളവും വീതിയും കൂട്ടിയത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അതിന്റെ അംശബന്ധത്തിൽ പറയുന്നത് എത്രയാണ്? 1 എന്നാണ് പറയുന്നത്. 1 അംശബന്ധങ്ങളുടെ തുക. അപ്പോൾ 5/3 ആയിരിക്കും നീളം വരുന്നത്. അംശബന്ധം നമ്മൾ ലഘൂകരിച്ചു എന്നിട്ടാണ് തുക കണ്ടുപിടിച്ചത്. ലഘൂകരിച്ചില്ലെങ്കിൽ നമുക്ക് തുക 6 ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് 2/6. 2/6 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അപ്പോൾ കഴിയുന്നത്രയും ലഘൂകരിച്ച് എഴുതുക. അപ്പോൾ നീളം എന്ന് പറഞ്ഞാൽ എന്താണ്? നീളം പ്ലസ് വീതി 5 സെന്റിമീറ്റർ ആണ്. അതിന്റെ 1/3 നീളമാണ്. വീതി എത്രയാ? 5 ഇൻറ്റു അംശബന്ധത്തിൽ എത്ര ഭാഗമുണ്ട് വീതി? 2. ഇവിടെ നോക്കിയാൽ മതി, ഇതാണ് നല്ലത്. 2/3. അപ്പോൾ എത്ര കിട്ടി? 10/3 എന്ന് കിട്ടി. ഓക്കെ, ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. അത് നീളം പ്ലസ് വീതിയുടെ ഡബിൾ ആണ്, ഇരട്ടിയാണ്. അപ്പൊ നമുക്ക് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 10/2 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി അവർ തമ്മിലുള്ള അംശബന്ധം അതായത് റേഷ്യോ 1:2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 5ന്റെ 1/3 ഭാഗം നീളവും 5ന്റെ 2/3 ഭാഗം വീതിയുമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? ഒരു ചിത്രം വരയ്ക്കാം. അതായത് അംശബന്ധങ്ങളുടെ തുക 3 സെന്റിമീറ്റർ ആയതുകൊണ്ട് ആ 3 സെന്റിമീറ്ററിനെയാണ് നമ്മൾ വിഭജിക്കാൻ പോകുന്നത്. 3 സെന്റിമീറ്ററിനെ 1 സെന്റിമീറ്റർ ആയും പിന്നെ ബാക്കിയുള്ള 2 സെന്റിമീറ്റർ അടുത്ത ഭാഗമായി എടുക്കും. അപ്പൊ 2 ഭാഗം കിട്ടും. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? 5 സെന്റിമീറ്ററിനെ 2 ഭാഗങ്ങളാക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ 5 സെന്റിമീറ്റർ വരയെ 5/3 10/3 എന്നീ 2 ഭാഗങ്ങളാക്കി ചതുരം വരയ്ക്കാം. A rectangle can be drawn by dividing a 5 centimeter line into 2 parts of 5/3 and 10/3. ഓക്കെ, അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ ആനിമേഷൻ ഒന്ന് കണ്ടു നോക്കൂ.
ആദ്യം എ എന്ന ബിന്ദു മാർക്ക് ചെയ്തു. എ ബി 5 സെന്റിമീറ്ററിൽ വരച്ചു. എ സി 3 സെന്റിമീറ്ററിൽ വരച്ചു. എ ഡി 1 സെന്റിമീറ്റർ, ഡി സി 2 സെന്റിമീറ്റർ, അങ്ങനെ അതിനെ ഭാഗിച്ചു. സിയിൽ നിന്നും ബിയിലേക്ക് വര വരച്ചു. അതിന് സമാന്തരമായി പാരലലായി ഡി ഇ വരച്ചു. ഇപ്പൊ നമുക്ക് 3 ഭാഗങ്ങളുണ്ട്, 2 ഭാഗങ്ങളുണ്ട്, എ ഇയും ഇ ബിയും. ഇ ബി 10/3 സെന്റിമീറ്റർ ആണ്. ഇവിടെ പോസ് ചെയ്യാം. ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ എ ഇ 5/3 സെന്റിമീറ്ററും ഇ ബി 10/3 സെന്റിമീറ്ററും കിട്ടി. ഇനി നമുക്ക് ചതുരത്തിന്റെ റെക്റ്റാങ്കിളിന്റെ വൺ സൈഡ്, ഒരു വശം ഇ ബി ആണ്, 5 സെന്റിമീറ്റർ. ഇനി മറ്റേ വശം 5 അല്ല, 10/3 സെന്റിമീറ്റർ. ഇനി മറ്റേ വശം എത്രയായിരിക്കണം? 5/3 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇയിൽ എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ ലൈൻ അല്ലെങ്കിൽ ലംബരേഖ വരയ്ക്കുക. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ലംബരേഖയിൽ എന്ത് ചെയ്യണം? എയുടെ നീളം കോമ്പസിലെടുത്ത് ഇവിടെ മാർക്ക് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഒരു ചാപം അല്ലെങ്കിൽ ആർക്ക് വരയ്ക്കുക. ഇവിടെ മൊത്തം വൃത്തം വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജി കിട്ടി. ഇനി ഇയും ജിയും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? യോജിപ്പിക്കാം. യോജിപ്പിച്ചില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ വശം കിട്ടാൻ ബിയിൽ എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ ലൈൻ, അതായത് ഒരു ലംബരേഖ വരച്ചു. ഇനി ഈ എയുടെ നീളം ഇപ്പോൾ കോമ്പസിലുണ്ടല്ലോ, അതുപയോഗിച്ച് നമ്മുടെ ഈ പെർപെൻഡിക്കുലർ ലൈൻ അല്ലെങ്കിൽ ലംബരേഖയിൽ എന്ത് ചെയ്യുക? ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, എച്ച് എന്ന് പറഞ്ഞിട്ട്. അതിനു വേണ്ടി ഇവിടെ ചാപം വരയ്ക്കുകയാണ്, ആർക്ക് വരയ്ക്കാൻ പോവുകയാണ്. ആർക്കിന് പകരം ഇവിടെ സർക്കിൾ ആണ്. അപ്പൊ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാണ്? എഫ് ആണ്. ഇനി ബി എഫ് വരച്ചു. ഇനി നാലാമത്തെ വശം എന്തായിരിക്കും? ജിയും എഫും വരച്ചതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇ ബി എന്ന വശം 10/3 സെന്റിമീറ്റർ ആയതുകൊണ്ട് ജി എഫും എന്തായിരിക്കും? 10/3 ആയിരിക്കും. ഈ ബി എഫും അതേപോലെ ഇ ജിയും 5/3 സെന്റിമീറ്റർ വീതമാണ്. ഇപ്പോൾ നമുക്ക് ഇതിനെ മൊത്തം കൂട്ടി നോക്കിയാൽ എത്ര കിട്ടും? നമുക്ക് 10, 15, 25, 5, 30, 30/3 10 സെന്റിമീറ്റർ. അപ്പൊ 10 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരമാണ് ഈ കാണുന്നത്. ഓക്കെ, അത് കൂട്ടുകാർക്കെല്ലാം മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇത് ഒന്നുകൂടി നോക്കിയാലോ. ഇവിടെ എ സി എന്ന വര, അതിനെ എന്താ ചെയ്യുന്ന നോക്കൂ. ഇവിടെ ഞാൻ എയിൽ നിന്ന് ഒരു സമാന്തര രേഖ, പാരലൽ ലൈൻ വരച്ചു. ഫസ്റ്റ് നമ്മൾ സി ബി വരച്ചു. സി ബിക്ക് സമാന്തരമായിട്ട് ഇവിടെ നമ്മൾ ഡി ഇ എന്ന വര വരച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ എയിൽ നിന്നും ഒരു പാരലൽ ലൈൻ വരച്ചു. അപ്പൊ ഇവിടെ 3 പാരലൽ ലൈൻസ് ഉണ്ട്. ഈ 3 പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾക്ക് ഇടയിലാണ് ആരുള്ളത്? എ സി ഉള്ളത്. അപ്പോൾ 3 പാരലൽ ലൈൻസ്, അതായത് സമാന്തര വരകൾ എ സിയെ 1:2 ഭാഗിക്കുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇതേ സമാന്തര വരകൾ നമ്മുടെ എ ബിയെ എങ്ങനെയാണ് ഭാഗിച്ചത്? എ ഇ 5/3, ഇ ബി 10/3, 5/3:10/3. ഇതിനെ നമുക്ക് ഛേദം 3, അതായത് ഡിനോമിനേറ്റർ 3 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ നമുക്ക് 5:10 കിട്ടി. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 1:2 കിട്ടും. അതായത് 3 സമാന്തര വരകൾ ഒരു വരയെ ഏത് അംശബന്ധത്തിലാണോ ഭാഗിക്കുന്നത്, അതേ അംശബന്ധത്തിൽ തന്നെ ആയിരിക്കും മറ്റു വരകളെയും ഭാഗിക്കുന്നത്, കട്ട് ചെയ്യുന്നത്. ഓക്കെ.
അത് നമുക്ക് പൊതുവായിട്ട് എഴുതാം. ഈ ഉദാഹരണം മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ നിഗമനം, അതായത് കൺക്ലൂഷൻ. മൂന്നോ അതിലധികമോ സമാന്തര വരകൾ ഏത് രണ്ട് വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ്. 3 or more parallel lines cut any lines in the same ratio. ഇപ്പൊ ഈ ചിത്രത്തിൽ 3 സമാന്തര വരകൾ, അതായത് പാരലൽ ലൈൻസ് പി ക്യു എന്ന വരയെ A:B എന്ന റേഷ്യോയിലും RS എന്ന വരയെ P:Q എന്ന അംശബന്ധത്തിലും ഭാഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ A:Bയും P:Qവും തുല്യമായിരിക്കും. അതാണ് പറയുന്നത്. ഓക്കെ, മൂന്നോ അതിലധികമോ സമാന്തര വരകൾ ഏത് രണ്ട് വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ്. അപ്പോൾ ഇതിന്റെ ലഘൂകരിച്ച രൂപമാവുമ്പോൾ A സമം Pയും B സമം Qവുമായിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പ്രൂഫ്, തെളിവാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഈ ചിത്രത്തെ ഒന്ന് മോഡിഫൈ ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്തു ചെയ്തു? നമ്മുടെ 3 സമാന്തര വരകളെ PQ എന്ന വര ADB എന്നീ ബിന്ദുക്കളിലാണ് മുറിക്കുന്നത്. 3 സമാന്തര വരകൾ, പാരലൽ ലൈൻസിനെ PQ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ADB എന്ന് മാർക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ A2B2 എന്ന വരയെ RS എവിടെയാണോ കട്ട് ചെയ്യുന്നത് അത് C എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ AC യോജിപ്പിക്കാം, BC യോജിപ്പിക്കാം. അപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ത്രികോണങ്ങൾ കിട്ടും. ADC എന്ന ഒരു ത്രികോണം, BDC എന്ന രണ്ടാമത്തെ ത്രികോണം. ഓക്കെ, ഇനി ഈ ഒന്നാമത്തെ ത്രികോണത്തിന്റെ പരപ്പളവ്, അതായത് ഏരിയ എന്തായിരിക്കും? ഏരിയ അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. ഇവിടെ DC ആണ് ഉയരമായിട്ട് എടുക്കുന്നത്. ഓക്കെ, DC ഉയരമാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് H എന്നെടുക്കാം. പാദം ഇവിടെ ഏതാണ്? AD ആണ്. അപ്പൊ നമുക്ക് ADC എന്ന ത്രികോണത്തിന്റെ പരപ്പളവ്, അതായത് ഏരിയ അര ഇൻറ്റു ബേസ്, പാദം A ഇൻറ്റു ഉയരം H ആണെന്ന് എടുക്കുക. അര AH എന്ന് കിട്ടും. ഇനി ത്രികോണം BDC, അതിൽ ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറയുന്നത് BD ആയി എടുക്കുക, കാരണം തന്ന വശമാണ്. അപ്പൊ B ആണത്. അപ്പൊ അര ഇൻറ്റു B ഇൻറ്റു ഉയരം H ആണ് എടുക്കുക. അപ്പൊ H എന്ന് കിട്ടും. ഈ രണ്ട് പരപ്പളവിനെ നമുക്ക് AB എന്നീ അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ത്രികോണം ADCയുടെ പരപ്പളവ് വലിയ അക്ഷരം Aയും ത്രികോണം BDCയുടെ ഏരിയ ക്യാപിറ്റൽ Bയുമാണ്. അപ്പൊ നമുക്ക് എനെ B കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? A ഡിവൈഡഡ് ബൈ B എന്ന് പറയുമ്പോൾ അര AH ഡിവൈഡഡ് ബൈ അര BH എന്ന് കിട്ടും. ഇപ്പോൾ അര അര ക്യാൻസൽ ചെയ്യാലോ, ഡിവൈഡ് ചെയ്യല്ലേ. H നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? A ബൈ B എന്ന് കിട്ടും. അതായത് ഈ രണ്ട് നീല ത്രികോണങ്ങളുടെ പരപ്പളവുകളുടെ അംശബന്ധം ഈ വശങ്ങളുടെ അംശബന്ധങ്ങൾക്ക് തുല്യമാണ്.
the ratio of areas of these two triangles equal to ratio of the sides. Okay, a by b എന്ന് പറയുന്നത് പരപ്പളവാണ്. ഈ a by b, ചെറിയക്ഷരം a by b എന്ന് പറയുന്നത് വശങ്ങളുടെ അംശബന്ധമാണ്. ക്ലിയർ ആണല്ലോ? ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? RS എന്ന വര ഈ മൂന്ന് സമാന്തര വരകളെ ഭാഗിക്കുമ്പോൾ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടും, പിയും ക്യൂവും. അവ തമ്മിലുള്ള അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം ഈ രണ്ട് വശങ്ങളുടെ അംശബന്ധത്തിന് തുല്യമായിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ പച്ചത്രികോണം എന്ന് പറയുമ്പോൾ EDC ആണ്. അതിൻ്റെ പരപ്പളവ് ക്യാപിറ്റൽ P സമം അര ഇൻറ്റു പാദം ബേസ് P ആണ്, ചെറിയക്ഷരം P ഇൻറ്റു ഉയരം H. ഇനി ട്രയാങ്കിൾ CDFൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അര ഇൻറ്റു ബേസ് Q ആണ്, അതായത് പാദം Q ഇൻറ്റു ഉയരം H. അപ്പൊ നമുക്ക് ഈ രണ്ട് പരപ്പളവുകളെ ഒന്ന് ഹരിച്ചു നോക്കൂ. P by Q എന്ന് പറയുമ്പോൾ അര PH by അര QH, അര ക്യാൻസൽ ആയി പോയി, H ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് P by Q എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ രണ്ട് കാര്യങ്ങൾ കിട്ടി. A by B സമം A by B, P by Q സമം P by Q. ഓക്കെ, ഇനി നമ്മൾ ഈ നാല് ത്രികോണങ്ങളെയും ഒരുമിച്ച് വെക്കുകയാണ്. ഈ നാല് ത്രികോണങ്ങളെ ഒരുമിച്ച് വെച്ച് ഇപ്പൊ മുകളിൽ നമുക്ക് ഒരു നീല ത്രികോണവും പച്ച ത്രികോണവും ഉണ്ടല്ലോ. അതായത് നമ്മൾ ഇവിടെ ത്രികോണം ADC, അതേപോലെ ത്രികോണം EDC, ഈ രണ്ടും എടുക്കാം. മുകളിലുള്ള രണ്ട് ത്രികോണങ്ങളും പരിഗണിച്ചാൽ by considering upper two triangles നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ നീല ത്രികോണത്തിന്റെയും ഈ പച്ച ത്രികോണത്തിന്റെയും DC എന്ന വശം പൊതുവാണ്. അപ്പോ CD അല്ലെങ്കിൽ DC എന്ന വശം പൊതുവശമാണ്, കോമൺ സൈഡ്. ഇനി CD എന്ന വശം EA എന്ന വശത്തിന് എന്താണ്? സമാന്തരമാണ് അല്ലെങ്കിൽ പാരലൽ ആണ്. കാരണം A2 B2 A1 B1 സമാന്തരമാണല്ലോ. അതുകൊണ്ട് CDയും EAയും സമാന്തരമായിരിക്കും. ഓക്കെ, അപ്പോ രണ്ട് സമാന്തര വരകൾക്ക്, രണ്ട് പാരലൽ ലൈൻസിന് ഇടയ്ക്കുള്ള രണ്ട് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ രണ്ട് ത്രികോണങ്ങള് തുല്യ പരപ്പളവുള്ളതായിരിക്കും. രണ്ട് സമാന്തര വരകൾക്ക് ഇടയിലുള്ള എല്ലാ ത്രികോണങ്ങളുടെയും പരപ്പളവ് തുല്യമായിരിക്കും. അതായത് the area of triangles which lies in the same parallel lines are equal. അതുകൊണ്ട് ഇവിടെ ഈ നീല ത്രികോണത്തിന്റെയും ഈ പച്ച ത്രികോണത്തിന്റെയും പരപ്പളവുകൾ തുല്യമായിരിക്കും. നമ്മൾ നേരത്തെ ഈ നീല ത്രികോണത്തിന്റെ പരപ്പളവ് ക്യാപിറ്റൽ A എന്നെടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ മുകളിലുള്ള പച്ച ത്രികോണത്തിന്റെ പരപ്പളവ് P ആണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും Aയും Pയും തുല്യമാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് താഴത്തെ രണ്ട് ത്രികോണങ്ങൾ ശ്രദ്ധിച്ചാലോ. ഇവിടെ നമ്മൾ താഴത്തെ രണ്ട് ത്രികോണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, അതായത് DCB എന്ന ത്രികോണവും DCF എന്ന ത്രികോണം. ഓക്കെ,
അപ്പോൾ കൺസിഡർ ദ ട്രയാങ്കിൾസ് DCB ആൻഡ് DCF. അപ്പോൾ എന്താണ്, ഈ വശം DC ഈസ് കോമൺ, അതായത് DC പൊതുവശമാണ്. കൂടാതെ DCയും BFും പാരലൽ അല്ലെങ്കിൽ സമാന്തരമാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. BF സമാന്തരം CD, BF പാരലൽ CD. അപ്പൊ നമുക്ക് എന്താണ്, രണ്ട് പാരലൽ ലൈൻസിന് ഇടയിലുള്ള ട്രയാങ്കിൾസിന്റെ ഹൈറ്റ് സെയിം ആയിരിക്കും. രണ്ട് സമാന്തര വരകൾക്ക് ഇടയിലുള്ള ത്രികോണങ്ങളുടെ ഉയരം തുല്യമായിരിക്കും. പിന്നെ ഈ രണ്ട് ത്രികോണങ്ങൾക്കും ഒരു വശം പൊതുവാണ്. അതുകൊണ്ട് പരപ്പളവ് എന്തായിരിക്കും, അര ഇൻറ്റു ആ പൊതുവശം DC ഇൻറ്റു H. രണ്ടിനും അത് തുല്യമാണ്. അപ്പോൾ താഴത്തെ നീല ത്രികോണം നമ്മൾ പരപ്പളവ് B ആണെന്ന് പറഞ്ഞു. പച്ച ത്രികോണത്തിൻ്റെത്, താഴത്തെ പച്ച ത്രികോണത്തിൻ്റെത് Q ആണെന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ B സമം Q എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഇത്രയും നമ്മൾ നാല് കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. അപ്പോൾ ഇതാണ് നമ്മുടെ യഥാർത്ഥ ചിത്രം. ഈ ചിത്രത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, രണ്ട് നീല ത്രികോണങ്ങളുടെ പരപ്പളവുകളുടെ അംശബന്ധം വശങ്ങളുടെ പരപ്പളവിന് തുല്യമായിരിക്കും. അതായത് A/B സമം A/B. ഇനി പച്ച ത്രികോണങ്ങളുടെ ഏരിയ, അതിൻ്റെ റേഷ്യോ എന്തായിരിക്കും, വശങ്ങളുടെ റേഷ്യോയ്ക്ക് തുല്യമായിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ P ബൈ ക്യാപിറ്റൽ Q എന്തായിരിക്കും, P/Q ആയിരിക്കും. പിന്നെ നമ്മൾ മുകളിലുള്ള നീല ത്രികോണവും പച്ച ത്രികോണവും അവയുടെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ A സമം P എന്ന് കിട്ടും. പിന്നെ താഴത്തെ നീല ത്രികോണത്തിൻ്റെയും പച്ച ത്രികോണത്തിൻ്റെയും പരപ്പളവ് തുല്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് B സമം Q എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് A/B, അതിൽ A/B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Aക്ക് പകരം P എന്ന് എഴുതാം, Bക്ക് പകരം Q എന്ന് എഴുതാം. അപ്പോൾ A/B ഈക്വൽ ടു P/Q എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും നോക്കൂ. A/B എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് വശങ്ങൾ A/B എന്ന വശങ്ങളുടെ അംശബന്ധമാണ്. പിന്നെ രണ്ട് വശങ്ങളുടെ അംശബന്ധമാണ് P/Q. അപ്പൊ നമുക്ക് A/B സമം P/Q എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് തെളിയിച്ചു, 3 സമാന്തര വരകൾ ഒരു വരയെ A/B എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ മറ്റേത് വരകളെയും അതേ അംശബന്ധം A/B തന്നെ ആയിരിക്കും ഭാഗിക്കുക. അതായത് A/B സമം P/Q എന്ന് പറഞ്ഞാൽ A/B സമം P/Q എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ അത് തെളിയിച്ചു. 3 അതിലധികമോ സമാന്തര വരകൾ ഏത് രണ്ട് വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ തെളിയിക്കുകയും ചെയ്തു, 2 ഉദാഹരണങ്ങൾ ചെയ്തു, പിന്നെ തുല്യമായി വരികയാണെങ്കിൽ ഉള്ളതിനുള്ള ഉദാഹരണവും ചെയ്തു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. കാരണം ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോയി. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോയിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് വരുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും നന്ദി. അപ്പോൾ താങ്ക് യു, ബൈ.